ഡ്രഡ്ജിംഗ് ആരംഭിക്കാത്തതിൽ തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചു. മുതലപ്പൊഴി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ഓഫീസർ അരുൺ മാത്യൂസിന്റെ ഓഫീസിലാണ് ഉപരോധം. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇവരുടെ ആവശ്യം ഡ്രഡ്ജിംഗ് എന്നുള്ളതാണോ? അവിടെ മുതലപ്പുഴയിൽ നിന്നും എല്ലാ സമയത്തും നമ്മൾ കേൾക്കുന്നതാണ് ദുരന്ത വാർത്ത. മത്സ്യത്തൊഴിലാളികൾ ഈ ബോട്ട് മറിഞ്ഞ്, മത്സ്യബന്ധന ബോട്ടുകൾ മറിഞ്ഞ് മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. 72 മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ കഴിഞ്ഞ 11 വർഷത്തിനിടെ നഷ്ടമായി. ഇതിനിടയിൽ സർക്കാർ പല ഉറപ്പുകളും നൽകാറുണ്ടായിരുന്നു. ഈ ഒരാഴ്ച മുമ്പും അവിടെ ഡ്രഡ്ജിംഗ് ആരംഭിക്കും, അത് ചൊവ്വാഴ്ച തുടങ്ങുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ചയായി. പക്ഷേ അത് തുടങ്ങാത്തതിനെ തുടർന്നാണ് നിലവിൽ മുതലപ്പൊഴി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ മാത്യൂസിനെയാണ് ഉപരോധിച്ചത്. ഈ ചൊവ്വാഴ്ച ഡ്രഡ്ജിംഗ് നടത്തും എന്ന ഉറപ്പ് ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് അവർ ഉപരോധം നടത്തിയത്. എന്നാൽ അല്പസമയം മുമ്പ് നമുക്കതിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. രാത്രിയോടെ ഈ ഡ്രഡ്ജറിൻ്റെ ട്രയൽ റൺ അത് ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. പൂർണ്ണതോതിൽ നാളെയോടെ മണൽ നീക്കി തുടങ്ങും എന്ന ഉറപ്പ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതിന്മേൽ ഇപ്പോൾ സമരം അവസാനിപ്പിച്ചു എന്നൊരു അപ്ഡേഷൻ കൂടി ആ വാർത്തയിലുണ്ട്. ശരി, അതാണ് ഏറ്റവും പുതിയ വിവരം. ഡ്രഡ്ജിംഗ് ആരംഭിക്കാത്തതിലുള്ള പ്രതിഷേധമായിരുന്നു തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിച്ചത്. എന്നാൽ നാളെയോടെ തന്നെ മണൽ നീക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്ന് അവരുടെ ഉപരോധം അവസാനിപ്പിച്ചു.